everyone, welcome back to my channel. This is Niranjana here. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് ഒരു പാർട്ടി വെയർ ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന്. ഇതൊരു സിമ്പിൾ പാർട്ടി വെയർ ലുക്കാണ്. കണ്ണിനും ചുണ്ടിനും അങ്ങനെ ഹെവി ഡ്യൂട്ടി മേക്കപ്പ് ഒന്നുമില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. കണ്ടാൽ അങ്ങനെ പെട്ടെന്ന് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് ശരിക്കും അറിയില്ല, പക്ഷേ ഓവറോൾ ഒരു ഗ്ലോ നൽകുന്ന ഒരു ലുക്കാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. അത് ചെക്ക് ചെയ്താൽ മതിയാവും. ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല, ഞാനൊരു ബിഗിനറാണ്. സോ ഈ ബിഗിനേഴ്സ് ഗൈഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ടുണ്ടാവും, അത് നിങ്ങൾ സദയം പുറത്തു കൊള്ളുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈമറാണ്. ദി ഓർഡിനറി എന്നൊരു ബ്രാൻഡിൻ്റെ ഹൈ അദറിൻ സിലിക്കൺ പ്രൈമർ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഓയിലി സ്കിന്നിന് കറക്റ്റാണ്. നിങ്ങൾ ഏത് പ്രൈമർ യൂസ് ചെയ്താലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് ദ മേക്കപ്പ്. ഇവിടെ ഞാൻ അപ്പോൾ നേരെ ബേസ് മേക്കപ്പിലേക്ക് പോവുകയാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ബ്രഷ്, അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ, ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം, നിങ്ങൾ എങ്ങനെ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യണം തുടങ്ങി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 2 വീഡിയോസ് ഉണ്ട്. അത് കണ്ടാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മാറും. ഞാൻ യൂസ് ചെയ്യുന്ന റിയൽ ടെക്നിക്സ് എന്നൊരു ബ്രഷാണ്. ഇതൊരു ഭയങ്കര ഫേമസ് ബ്രഷാണ്, നൈക്കയിൽ അവൈലബിൾ ആണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ ഉറപ്പായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണിത്. ഫൗണ്ടേഷൻ നല്ലോണം അപ്ലൈ ചെയ്യുക, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് കൺസീലറാണ്. LA ഗേളിൻ്റെ പ്രോ കൺസീലർ പ്യോർ ബേജ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൺസീലർ യൂഷ്വലി ഹൈലൈറ്റിംഗ് കൺസീലർ അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല. ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡിലുള്ള കൺസീലറാണ്. എൻ്റെ ആക്നെ സ്കാറിലും കണ്ണിന് താഴെയൊക്കെ ഞാനിത് ജസ്റ്റ് അപ്ലൈ ചെയ്യും. നമ്മൾ കളർ കറക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇതൊരു സിമ്പിൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട്. കണ്ണിന് താഴെയുള്ള കൺസീലർ ഞാനൊരു കൺസീലർ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യും. വേറെ കവിളുടെ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യത്തേ ഉള്ളൂ. ഫൗണ്ടേഷൻ പോലെ ഞാൻ അങ്ങ് ബ്ലെൻഡ് ചെയ്യത്തില്ല, ജസ്റ്റ് ഉള്ളതൊന്ന് പ്രസ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. കണ്ണിന് മുകളിലും ഞാൻ ഇതേ കൺസീലർ തന്നെ അങ്ങ് അപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് ഐ മേക്കപ്പ് പിന്നെ ഇടുമ്പോൾ അതിനൊരു പ്രൈമർ പോലെ ഇത് ആക്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു ആക്നെ സ്കാറിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസീലിംഗ് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്തതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സെറ്റിംഗ്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ലക്ഷറി ബനാന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് കോമ്പാക്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ സെറ്റിംഗ് പൗഡേഴ്സ് ആണ് നല്ലത്. ഇതൊരു സെറ്റിംഗ് പൗഡറാണ്. ആ ബ്രഷിലേക്ക് നേരെ സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് അത് വെച്ചിട്ട് ഞാൻ ഫുൾ ഫേസ് സെറ്റ് ചെയ്യും. എവിടെയൊക്കെ ഞാൻ ഫൗണ്ടേഷൻ കൺസീലർ അപ്ലൈ ചെയ്തോ അതെല്ലാം സെറ്റ് ചെയ്യും. ഓൾദോ ഒരു യെല്ലോ കളർ ഉണ്ടെങ്കിലും ബേസിക്കലി ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ പോലെയാണ്. സെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ ഫൗണ്ടേഷൻ എത്രയാണെങ്കിലും കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, ആ സ്റ്റിക്കിനെസ് മാറും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഷാഡോ ആണ്. പിക്സിയുടെ ഒരു പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇത് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെഗുലർ പാലറ്റ് വാങ്ങിയാൽ മതി. അതിൽ നല്ല ഒരു ഗോൾഡൻ കളർ ഒരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ ക്രീസ് മൊത്തം അങ്ങ് അപ്ലൈ ചെയ്യുകയാണ്. ഡാർക്ക് ബ്രൗൺ പോലത്തെ ഷെയ്ഡ്സ് ഞാൻ കൊടുക്കാത്തതിൻ്റെ റീസൺ എനിക്ക് ഓൾറെഡി കുറച്ച് ഡാർക്ക് ഐലിഡാണ്. നമ്മൾ പലർക്കും അങ്ങനെ തന്നെയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് സ്കിൻ ടോൺ. അപ്പോൾ ഡാർക്ക് ബ്രൗൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദൂരെ നോക്കുമ്പോഴത്തേക്കും ഇരുണ്ട ഐലിഡ് പോലെ തോന്നത്തുള്ളൂ, ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കൊടുക്കുന്നത്. ഇനി ഒരു ബ്രൈറ്റ് കോപ്പറിഷ് റെഡിഷ് കളർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യും. അത് കുറച്ചുകൂടെ ലെസ് ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ടാണ് 2 കണ്ണിൻ്റെയും നടുഭാഗത്ത് ഞാൻ ഇതിങ്ങനെ ബ്രഷ് ചെയ്യും. ഇനി ഈ 2 കളേഴ്സും തമ്മിൽ എനിക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. ആക്ച്വലി വലിയ ബ്ലെൻഡിങ്ങിന് ആവശ്യം ഇവിടെ വരുന്നില്ല. സ്റ്റിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3rd കളർ, അതും ഒരു ബ്രൗൺ അല്ല, ഒരു തരം ഗോൾഡനിഷ് ബ്രൗൺ കളർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യും. ഇത് അത്ര ഡിഫറൻസ് വരുത്തുന്ന സ്റ്റെപ്പല്ല. ഹൗവർ ഇതൊരു സിമ്പിൾ ഐ മേക്കപ്പാണ്, വളരെ എളുപ്പം ആർക്കും ചെയ്യാവുന്ന, ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും ചേരുന്നൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഐലൈനറാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഐലൈനർ എങ്ങനെ വിങ്ഡ് ആയിട്ട് എഴുതാം, എങ്ങനെ സ്മഡ്ജ് പ്രൂഫായിട്ട് വാട്ടർ ലൈനിൽ എഴുതാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. ഞാനിവിടെ നല്ല വിങ്ഡ് അങ്ങനെയാണ് കൊടുക്കുക. പൊതുവെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കാം. ഐലൈനർ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ആ വീഡിയോ കണ്ടാൽ മതി, ഞാൻ ഇതിന് ഡീറ്റെയിൽ ആക്കുന്നില്ല. എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണിത്. നൈക്കായുടെ ഒരു മൈക്രോ ടിപ്പ് ബ്രോ പെൻസിലാണ്. ഒറ്റ ഷെയ്ഡേ ഉള്ളൂ, വിക്കറ്റ് ബ്രാൻഡ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു ഡാർക്ക് ആഷി അല്ല, ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറാണ്. അപ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ കറുത്ത മുടിയാണേലും ഇച്ചിരി ബ്രൗണിഷ് ഹെയർ ആണെങ്കിലും നിങ്ങളുടെ ഹെയർ കളർ എന്താണേലും അത് നല്ലോണം ഈ വിക്കറ്റ് ബാൻഡ് എന്നുള്ള ഷെയ്ഡ് സ്യൂട്ടാവും. ബേസിക്കലി നിങ്ങളുടെ ഔട്ട്ലൈൻ കൊടുക്കാനും അല്ലാതെ ഐബ്രോസ് ഫിൽ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. അത്ര ക്രീമി അല്ല, അധികം ബലം കൊടുക്കരുത്, പൊട്ടിപ്പോകും ടിപ്പ്. വളരെ പതുക്കെ ടൈം എടുത്തിട്ടാണേലും ആദ്യം ഔട്ട്ലൈൻ കൊടുത്ത് ഉൾഭാഗം ഫില്ല് ചെയ്യുക. ഭയങ്കര നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഓൾസോ. ഈ ഐബ്രോ പെൻസിലിൻ്റെ ബാക്കിൽ സ്പൂളിയുണ്ട്. ഇനി എൻ്റെ ബ്രോസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യലി അവൈലബിൾ അലോവേര ജെൽ എടുക്കും. വീട്ടിലെ ചെടിയല്ല, അലോവേര ജെൽ തന്നെ വേണം. അതിലേക്ക് ഞാൻ എൻ്റെ സ്പൂളി ഒന്ന് റബ്ബ് ചെയ്തിട്ട് അത് വെച്ച് ഞാൻ എൻ്റെ 2 ഐബ്രോസും ബ്രഷ് ചെയ്യും. അപ്പോൾ അലോവേര ജെൽ ഇങ്ങനെ നമ്മുടെ ഐബ്രോസിനെ കട്ടിയായിട്ട് പിടിച്ചെടുത്തുന്ന ആ ഒരു സെറ്റിംഗ് ഫിനിഷ് കിട്ടും. ഇപ്പോൾ അടുത്തത് എല്ലാവരും വാങ്ങിയേക്കേണ്ട ഒരു പാലറ്റാണ് ഞാൻ കാണിക്കുന്നത്. ഷുഗറിൻ്റെ കോൺടോർ ഡി ഫോഴ്സ് പാലറ്റ്. ഇതിനകത്ത് ഒരു ബ്രോൺസർ, ഒരു ഹൈലൈറ്റർ, ഒരു ബ്ലഷ്, പിന്നെ ഒരു മിററും കൂടെ ഉണ്ട്. ഈ ഒരു പാലറ്റ് 799 എന്തോ ആണ്. എല്ലാ ബിഗിനേഴ്സും ഇത് വാങ്ങണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാനൊരു
കോണ്ടൂർ ബ്രഷ് നമ്മൾ വിളിക്കുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് ആ കോണ്ടൂർ പൗഡർ ഇച്ചിരി എടുത്തിട്ട് ഈ ചീക്കിൻ്റെ തൊട്ട് താഴെ ഒരു പോയിൻ്റ് ഉള്ളത് നമ്മൾ ഹോളോ എന്ന് വിളിക്കുന്ന ഒരു പോയിൻ്റ് അവിടെയും അതുപോലെ തന്നെ താടിയും അവിടെ ഇപ്പോൾ ബേസിക്കലി എനിക്ക് ഇച്ചിരി തടിയുള്ള ഒരു ഫേസും കൂടെ ആയതുകൊണ്ട് ഈ 2 ഏരിയാസിലാണ് ഞാൻ ആ ഒരു ബ്രോൺസർ പൗഡർ കൊടുക്കുന്നത്. സോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മുഖത്തിനൊരു ചിസൽഡ് ഷേപ്പ് കിട്ടും. അടുത്തത് ഞാൻ ബ്ലഷർ എൻ്റെ വിരൽ വെച്ച് തന്നെ ജസ്റ്റ് 2 ഡോട്ട്സ് ഇങ്ങനെ 2 ചീക്സിലും അത് കഴിഞ്ഞ് വിരൽ വെച്ച് തന്നെ ഞാനത് പതുക്കെ ബ്ലെൻഡ് ചെയ്യും. ഒരുപാട് ഹെവി മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വിരൽ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ എനിക്കൊരു കൺട്രോൾ കിട്ടും അപ്ലൈ ചെയ്യുമ്പോൾ. അടുത്തതൊരു ഫാൻ ബ്രഷ് വെച്ചിട്ട് ഞാൻ ആ ഹൈലൈറ്റർ എടുത്തിട്ട് ചീക്സിൽ ഞാൻ എവിടെയാണോ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് അതിന് നേരെ മേലെ ആയിട്ട് ഇങ്ങനെ ഫാൻ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഗ്ലോ കാണാമല്ലോ അല്ലേ, ആ ഒരു ഹൈലൈറ്ററിൻ്റെ ഗ്ലോയും ആ ഒരു ബ്രോൺസറിൻ്റെ ആ ഒരു ഡെപ്തും ഒക്കെ. അതുപോലെ തന്നെ ഇനി കുറച്ച് ഹൈലൈറ്റർ എടുത്ത് ഞാൻ എൻ്റെ ഐബ്രോസിൻ്റെ തൊട്ട് താഴെയും കൊടുക്കും. ഇത് ബേസിക്കലി ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം അതങ്ങ് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ കവിളിലും ഒരു തിളക്കം, പുരുകത്തിന് താഴെയും നല്ലൊരു ഭംഗിയായിരിക്കും. ഓവറോൾ നമ്മുടെ പാർട്ടി ഗ്ലോ ഇരിക്കുന്നത് ഇവിടെയൊക്കെയാണ്. അടുത്തത് ലിപ്സിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്കൈസ് കോസ്മെറ്റിക്സിൻ്റെ ലിപ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ വളരെ ഒപ്പേക്കാണ്. അപ്പം നമുക്ക് കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ പിഗ്മെൻറ്റഡ് ലിപ്സിൻ്റെ ബോർഡറിൽ കൂടെ ഞാനിത് വെച്ച് വരയ്ക്കുന്നു. ആ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലോണം കവർ ആവും. ആൻഡ് ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, നൊസ്റ്റാൾജിക് റോസ് എന്ന് പറഞ്ഞിട്ട്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് ഓൾസോ, വെരി കംഫർട്ടബിൾ ടു വെയർ. അടുത്തത് കണ്ണിന് താഴെ എഴുതുന്നതാണ്. ഞാനൊരു ജെൽ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്, നെൽഫ് എന്ന ബ്രാൻഡിൻ്റെ. എൻ്റെ കയ്യിലിപ്പോൾ ബ്ലൂ ആണ്, അതുകൊണ്ട് ഞാൻ ബ്ലൂ യൂസ് ചെയ്യുന്നത്. ഇത് ഡീപ്പ് ബ്ലൂ ആണ്, ബ്ലാക്ക് പോലെ ദൂരെയെന്ന് തോന്നും. എഗെയിൻ കണ്ണിന് താഴെ എങ്ങനെ സ്മഡ്ജ് ചെയ്യാതെ ഇടണം എന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐലൈനറിൻ്റെ വീഡിയോ കണ്ടാൽ മതിയാവും. ഇപ്പോൾ ഇതിൽ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് കണ്ണിൻ്റെ താഴെ സാഗിങ് ലൈൻസിലൊന്നും തൊടാതെ ഈ തിൻ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഒരു ലൈൻ അങ്ങ് കൊടുക്കുകയാണ്. ഇത് വരയ്ക്കാൻ അത്ര എളുപ്പം ഒരു കാര്യമല്ല, പക്ഷേ ലിക്വിഡ് ഐലൈനറോ അല്ലെങ്കിൽ നമ്മുടെ കൊളോസൽ പെൻസിലോ ഒന്ന് വെച്ച് വരച്ചാൽ നമുക്ക് ഈ പ്രിസിഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു തിൻ ടിപ്പ് വെച്ച് ജെൽ ഐലൈനർ വെച്ച് വരയ്ക്കുന്നത്. ഇനിയുള്ളത് മസ്കാര ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ടെൻഡൻസി ഉള്ളതുകൊണ്ട് സ്ക്യൂബ മസ്കാര അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. നിങ്ങൾ ഏത് മസ്കാര ഉപയോഗിച്ചാലും കുഴപ്പമില്ല. മസ്കാര മസ്റ്റാണ്, കാരണം നമ്മളിപ്പം കണ്ണാടിയൊന്നും വെക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ലാഷസാണ്. അങ്ങനെ ഭംഗിയുള്ള ലാഷസ് നമുക്ക് ജന്മനാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മസ്കാര ഉപയോഗിച്ചേ തീരുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ പോലും മസ്കാരയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ ഭംഗി. അപ്പോൾ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രൈമറി യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അത് മതി. സെറ്റിംഗ് സ്പ്രേ ഒരു കോമൺ പ്രോഡക്റ്റും അല്ലല്ലോ. അപ്പോൾ ഈ മേക്കപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചീക്സിനുള്ള ഒരു ഗ്ലോ, ആ ഒരു റെഡിഷ് ഗ്ലോ, ബ്രോൺസർ ബ്ലഷ് ഹൈലൈറ്റ് അതിൻ്റെ ഒരു ഗ്ലോയും, പിന്നെ കണ്ണിൻ്റെ പുറത്തും നമ്മൾ യൂസ് ചെയ്ത ആ ഒരു റെഡിഷ് ഒരു ഗോൾഡൻ കളർ, ശരിക്കും നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പിന്നെ ലിപ്സിലാണെങ്കിലും ഒരു നല്ലൊരു മോവിഷ് പിങ്കിഷ് കളർ. സോ ഓവറോൾ നല്ലൊരു ഗ്ലോ തരുന്ന ലുക്കാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ലുക്കാണ്. പിന്നെ ഐബ്രോസും നമ്മൾ ഒരുവിധം നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് അല്ലാതെ അതിനൊക്കെ ഓൾട്ടർനേറ്റീവ്സും കാണും. ആ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. Till then, take care.